സോ ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ആക്ച്വലി വീഡിയോ ചെയ്ത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ നല്ലൊരു ക്യാമറ ഫെയറുള്ള ഒരാളാണ്. സോ ഫസ്റ്റ് ടൈമായിട്ടൊരു വോയിസ് ഓവർ ചെയ്തിട്ടപ്പോൾ തന്നെ അതിലിത്രയും ആൾക്കാരത് കാണാനായതും ഒത്തിരി പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒത്തിരി പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് കമൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് പേര് ഡോക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കോസ്മോയിലാണ്. പുള്ളി ആക്ച്വലി എന്നെ ഭയങ്കര പാനിക്കാക്കി. ആ ഡോക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. രണ്ടാമത് ഞാൻ SP മെഡിഫോർട്ടിൽ കാണിച്ചു. പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല, നോർമലിയാണ് സംസാരിച്ചത്. കാര്യം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കുന്ന ഡോക്ടർ എങ്ങനെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമുക്കിത് ഉണ്ടാകുന്ന കാര്യം. ഇത് എല്ലാം ടെൻഷനും സ്ട്രെസ്സുമാണ് നമ്മുടെ ഹാർട്ടിന് മെയിൻ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പം ആ പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല, നോർമലി സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ എനിക്ക് എന്നിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് തോന്നി, ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയനോട് എടുക്കും. സോ ബേസിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഒപ്പീനിയൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം ഒരിക്കലും ഒരു ഡോക്ടർ പറയുന്ന മാത്രം വിശ്വസിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഒരു ഡോക്ടറിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലും ബെറ്റർ, കാര്യം ഞാൻ ഒരുപാട് കേസസ് കേൾക്കുന്നുണ്ട്, നമുക്ക് 1-2 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്ന ഒരു തെറ്റില്ല. ഞാൻ ആക്ച്വലി 3ാമത്തെ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് പുള്ളി പറയുന്നതിലാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തത്. ബിക്കോസ് പുള്ളി എന്നോട് സംസാരിച്ചൊരു വേ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് ചോദിച്ചു. ഏകദേശം ഒരു 1 അവറോളം ഞാനും പുള്ളിയും തമ്മിൽ പുള്ളി എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എടുത്തു. ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യം, സ്ലീപ്പ് എല്ലാം ചോദിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് വേണ്ട ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നോർമൽ ഒരു സ്കാനിങ്, കാർഡിയാക് MRI സ്കാനിങ് അങ്ങനെ എന്തോ അതിനെ പറഞ്ഞത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടായിട്ട് നാളെ ഇനി പുള്ളിയെ പോയി കാണണം. നാളെ ചൊവ്വാഴ്ചയാണ്, നാളെ പോയി കാണണം. ഓക്കെ, സോ ഇതായിരുന്നു ഒരു കമൻറ്റ്. നെക്സ്റ്റ് കമൻറ്റ് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ആ ഡോക്ടറിൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിട്ടെന്തോ റിട്ടയർ ആയിട്ട് ഇപ്പോൾ SKയിലും കോസ്മോയിലുമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഓക്കെ, പിന്നെ ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. കാര്യം ആദ്യമായിട്ട് ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എന്ത് വന്നാലും തറയിൽ കൂടെ വരത്തുള്ളൂ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മളങ്ങ് ഫേസ് ചെയ്യുക, മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക, മാക്സിമം ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഒത്തിരി പേര് ഞാൻ ഈ മെഡിസിൻ്റെ സംഭവം കാണിച്ചപ്പോൾ ഇത് പാൻഡോപ്പ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി പാൻഡോപ്പ് എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ എടുക്കുന്നത് അത് ബിഫോർ ഫുഡ് നമ്മൾ കഴിക്കുന്നൊരു മെഡിസിനാണ്. അത് ഗ്യാസിൻ്റെ ഒരു ഗുളികയാണത്. ഇത്രയും മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആസിഡിറ്റി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വലിയ നോളജ് ഇല്ല ഇതിനെക്കുറിച്ച്, എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിട്ട് പേടി തോന്നി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്.